എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ പ്രവാസമാണ് ഇന്നത്തെ ചിന്താവിഷയം. വിശുദ്ധ വേദപുസ്തകത്തിൽ 8-ാമത്തെ പുസ്തകം രൂത്ത്. ഇത് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിചിത്രമായൊരു സംഭവമുണ്ട്. അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമമുണ്ടാകുന്നു. ബേദലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. അവിടെ ക്ഷാമമുണ്ടായപ്പോൾ ഏലീമേലെക്ക് എന്ന പുരുഷനും തൻ്റെ കുടുംബവും അപ്പത്തിൻ്റെ ഭവനമായ ബേദലഹേമിൽ നിന്ന് ശാപഭൂമിയായ മോവാബിലേക്ക് പലായനം ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ നന്മയുടെ കാലം തേടി അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു ലക്ഷ്യവുമായി ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും 2 ആൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബം മോവാബ് എന്ന് പറയുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ശാപഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ സംഭവം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അനർത്ഥങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കാണുകയാണ്. ഗ്രഹനായകനും 2 ആൺമക്കളും മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഈ സമയത്താണ് എലിമേലെക്കിൻ്റെ ഭാര്യയായ നവോമി അറിയുന്നത് യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് ആഹാരം കൊടുത്തു എന്ന്. ഇത് കേട്ട് വീണ്ടും അപ്പത്തിൻ്റെ ഭവനത്തിൽ സമൃദ്ധിയായതറിഞ്ഞ് നവോമി തിരികെ വരുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ, അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനും പഠിക്കുവാനുമുള്ളത്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ചില വലിയ പ്രതീക്ഷകളുമായി ശാപദേശത്തേക്ക് യാത്രയാകുന്ന അനേകർ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ സ്വന്തം ഭവനത്തിൽ താൻ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് തനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ആകണമെന്ന് ചിന്തിച്ച് മറ്റു പല രീതികളിലേക്കും മാറിപ്പോകുന്ന നമ്മുടെ ഒരു തലമുറ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇന്ന് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വൻ വിപത്തുകൾ നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയും ചില വ്യക്തികളെങ്കിലും അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അതിനേക്കാൾ വലിയ പ്രതീക്ഷകളുമൊക്കെയായി ചില ശാപഭൂമികളിലൂടെ സഞ്ചരിക്കുന്നതാണ് കാരണം. പ്രിയമുള്ളവരെ, ഈ പ്രവാസത്തിന് ഒരു തിരിച്ചുവരവുണ്ടോ? ഇത് നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്നതല്ലേ? ചിലരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അനേകരെ ഇതുപോലെയുള്ള ശാപങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ചുറ്റുമില്ലേ? അനുഗ്രഹീത ദൈവജനമേ, ഇങ്ങനെയുള്ള ശാപങ്ങളിലേക്ക് അല്ലെങ്കിൽ ശാപഭൂമിയിലേക്ക് പ്രവാസം പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ളവരെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, അപ്പത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭവനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനായി, നല്ലൊരു സാക്ഷ്യമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനായി നമുക്ക് തലമുറകളെ ഒരുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.